ഹലോ, ഇക്കായി 5 ആകാശ്. ഈ ഇക്കായിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ആകാശത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. ചാപ്റ്റർ 22 ചാർ ദിശായേ അനന്തമയി കവിത. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ്. ചാർ ദിശായേ 4 ഡയറക്ഷൻസ്. നിങ്ങൾക്ക് ഡയറക്ഷൻസിനെ പറ്റിയൊക്കെ അറിയാമോ? ഏതൊക്കെയാണ് ആ ഡയറക്ഷൻസ്? നമുക്ക് ഈ കവിത വായിച്ചിട്ട് നോക്കാം. उगता सूरज जिधर सामने उधर खड़े हो मुह करके तुम. ഉഗ്താ സൂരജ് എന്ന് പറഞ്ഞാൽ റൈസിംഗ് സൺ. രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോവാ. എന്നിട്ടോ എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് ഉധർ ഖടേ ഹോ മുഹ് കർക്കേ തും. സൂര്യനെ ഫേസ് ചെയ്തിട്ട് നിങ്ങൾ നിൽക്കണം. ഈ കുട്ടി നിൽക്കുന്നത് കണ്ടോ? ഇതുപോലെ ഉധർ ഖടേ ഹോ മുഹ് കർക്കേ തും. ടേക് സാമ്നെ പൂരബ് ഹോത്താ. നേരെ മുന്നില് എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് ആ ഡയറക്ഷൻ ആണ് പൂരബ് അല്ലെങ്കിൽ ഈസ്റ്റ്. ഈസ്റ്റ് ഡയറക്ഷനിലാണ് സൂര്യൻ ഉദിക്കുന്നത്. ടേക് സാമ്നെ പൂരബ് ഹോത്താ. ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ നേരെ മുന്നില് പൂരബ് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഓർ പീഠ് പീച്ചേ ഹേ പശ്ചിം. നിങ്ങളുടെ പിന്നില് ഉള്ള ഡയറക്ഷൻ ആണ് പശ്ചിം. പശ്ചിം എന്ന് പറഞ്ഞാൽ വെസ്റ്റ്. ബായി ഓർ ദിശ ഉത്തർ കി. ബായി ഓർ നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഇതാണല്ലേ ലെഫ്റ്റ് സൈഡ്. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഉത്തർ. ഉത്തർ എന്ന് പറഞ്ഞാൽ നോർത്ത്. ദായി ഓർ തുമാരി ദക്ഷിൺ. ദായി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡിലാണ് ദക്ഷിൺ. ദക്ഷിൺ അല്ലെങ്കിൽ സൗത്ത്. ചാർ ദിശായേ ഹോത്തി ഹേ യോ പൂരബ് പശ്ചിം ഉത്തർ ദക്ഷിൺ. 4 ഡയറക്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാ? പൂരബ് പശ്ചിം ഉത്തർ ദക്ഷിൺ. നമുക്ക് ഒന്നുകൂടി വിശദമായിട്ടൊന്ന് നോക്കാം അല്ലെ. കുട്ടി എങ്ങനെയാ നിൽക്കുന്നത്? സൂര്യനെ ഫേസ് ചെയ്തിട്ടാണല്ലേ. അങ്ങനെ നമുക്ക് 4 ഡയറക്ഷൻ ആയിട്ട് നോക്കാം. ഒന്ന് കുട്ടിയുടെ നേരെ മുന്നിൽ എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അതാണ് ഈസ്റ്റ് അല്ലെങ്കിൽ പൂരബ്. അങ്ങനെ വരുമ്പോ തൊട്ട് പുറകിലാണ് വെസ്റ്റ് അല്ലെങ്കിൽ പശ്ചിം. ഇനി കുട്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നോർത്ത് അല്ലെങ്കിൽ ഉത്തർ. റൈറ്റ് സൈഡിൽ സൗത്ത് അല്ലെങ്കിൽ ദക്ഷിൺ. മനസ്സിലായോ? ഇത് നമുക്ക് ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് ഒന്നും കൂടി നോക്കിയാലോ? ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. നമ്മുടെ രാജ്യമാണല്ലേ. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ മാപ്പാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ആ കുട്ടി നിന്ന പോലെ ഒരു മാപ്പിൽ പോയി നിൽക്കാം. എവിടേക്കാ ഫേസ് ചെയ്യേണ്ടത്? എവിടെയാണോ സൂര്യൻ ഉദിച്ചു വരുന്നത് ആ ഡയറക്ഷനിലാണ് നിൽക്കേണ്ടത്. അതെ. അങ്ങനെ നിന്നിട്ട് കൈ വിടർത്തി നിൽക്കണം. അപ്പൊ ഫ്രണ്ടില് എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അത് ഏതായിരുന്നു ഡയറക്ഷൻ? ഈസ്റ്റ്. ബാക്കില് വെസ്റ്റ്. ലെഫ്റ്റ് സൈഡില് നോർത്ത്. റൈറ്റ് സൈഡില് സൗത്ത്. കണ്ടോ? ഇതാണ് ഇന്ത്യയുടെ ഡയറക്ഷൻ. ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ നോർത്ത്? മുകളിലാണ്. എവിടെയാ സൗത്ത്? താഴെയാണ്. ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് ആണ്. റൈറ്റ് സൈഡിൽ ഈസ്റ്റ് ആണ്. എവിടെയാ സൂര്യൻ ഉദിക്കുക? ഈസ്റ്റ് ആണ്. ഈ സൈഡിൽ നിന്ന് സൂര്യൻ ഉദിച്ച് പൊങ്ങിപ്പോയി തിരിച്ച് സൂര്യൻ അസ്തമിക്കുക എവിടെയാണ്? വെസ്റ്റ്. ഈ സൈഡിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏതൊക്കെയാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്? കേരള, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ്, അങ്ങനെ കുറെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അതുപോലെ കുറെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത്രയും ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേ ലിയേ ആപ് ദിശാ കാ അനുമാൻ കേസേ ലഗാത്തെ ഹേ? നിങ്ങൾ എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? ചില ആൾക്കാരുടെ അടുത്ത് കോമ്പസ് ഉണ്ടാവും. കോമ്പസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് നോർത്ത്, ഏതാണ് സൗത്ത്, ഏതാണ് ഈസ്റ്റ്, ഏതാണ് വെസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കാം. ചില ആൾക്കാരും ചില മൊബൈൽ ആപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യാം. ഇവിടെ നമുക്ക് ഹം സൂരജ് കോ ദേക്കർ ദിശ കാ പതാ ലഗാത്തെ ഹേ. നമ്മൾ സൂര്യനെ നോക്കിയാണ് ദിശ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻസ് മനസ്സിലാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാ? ഫ്രണ്ടില് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് ഈസ്റ്റ് ആണ്, അതിന്റെ ബാക്കില് വെസ്റ്റ് ആണ്. അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും നോർത്തും സൗത്തുമാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. नीचे कुछ शब्द दिए गए हैं. इन शब्दों से अपनी अपनी कहानी बनाइए और कक्षा में सुनाइए.
ഇവിടെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ചെറിയ സ്റ്റോറി സ്വന്തമായിട്ട് എഴുതണം. എഴുതാൻ പറ്റുമോ? എന്തൊക്കെയാണ് വേർഡ്സ്? ആകാശ്, ആകാശം, സ്കൈ. ഓലെ, ഓലെ എന്ന് പറഞ്ഞാൽ ഹെയിൽ സ്റ്റോൺ, ആലിപ്പഴം. ആകാശത്തിൽ നിന്ന് റെയിൻ പോലെ ഐസ് പീസ് വീഴുന്നതിനാണ് ഓലെ എന്ന് പറയാം. ബാദൽ, ക്ലൗഡ്സ്. ജംഗൽ, ജംഗിൾ, കാട്. മിൽക്കർ, ഒരുമിച്ച്. ജാൻവർ, മൃഗങ്ങൾ. ഷേർ, സിംഹം. ഹാത്തി, ആന. ലോമട്ടി, കുറുക്കൻ. ഡർ, പേടിക്ക. സുബ, മോർണിംഗ്. ഖുഷി, ഖുഷി, ഹാപ്പി, ഹാപ്പി. നാച്ന, ഡാൻസ്. പഹാഡ്, മല അല്ലെങ്കിൽ ഹിൽ. ഓക്കെ, അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ചെറിയ സ്റ്റോറി സ്വന്തം വേർഡ്സിൽ എഴുതണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാലോ? एक दिन आकाश में बादल आ गए और बारिश होने वाली थी. ഒരു ദിവസം ആകാശത്തില് ബാദൽ, ക്ലൗഡ്സ് വന്നു और മഴ പെയ്യാൻ പോവായിരുന്നു. സാത്ത് ഹി ഓലെ ഭി ഗിർനെ ലഗേ, അതിന്റെ കൂടെ തന്നെ ഹെയിൽ സ്റ്റോണും വീഴാൻ തുടങ്ങി. ജംഗൽ മേ ഉസ് സമയ, ഈ സമയത്ത് ജംഗൽ മേ, കാട്ടില്. പഹാഡ് കെ പാസ് ഷേർ, ഹാത്തി, ലോമട്ടി और ബാക്കി സബി ജാൻവർ, ഈ മൃഗങ്ങളെല്ലാരും ഖുഷി ഖുഷി ഖേൽ ഓർ നാച്ച് രഹേ ഥേ, എല്ലാരും കൂടി ചേർന്ന് ഹാപ്പി ആയിട്ട് കളിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യായിരുന്നു. अब जब बारिश शुरू हो गई, അപ്പൊ ഇനി മഴ പെയ്യാൻ തുടങ്ങിയപ്പോ उन्हें डर लगा तो वे सब अपने अपने घरों को चले गए और कहा, അവരെല്ലാരും മഴ പെയ്യാൻ തുടങ്ങിയപ്പോ വീട്ടിലേക്ക് പോവാ. എന്നിട്ട് പറഞ്ഞു, കൽ സുബ മിൽത്തേ ഹേ, ഇപ്പൊ എന്തായാലും മഴയല്ലേ, നമുക്ക് നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഇതേപോലെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാക്കണം കേട്ടോ. खेल खेल में एक गोले में बैठकर इस गतिविधि को कीजिए. നിങ്ങൾ ആദ്യം തന്നെ ഒരു റൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യണം. आपके दाएं और कौन कौन से मित्र बैठे हैं? നിങ്ങളുടെ ദായ് ഓർ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഏതൊക്കെ ഫ്രണ്ട്സ് ആണ് ഉള്ളത്? आपके बाएं और कौन कौन से मित्र बैठे हैं? നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കുന്നത്? ഇത് നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? ഇനി ഒരു സ്ട്രേറ്റ് ലൈനിൽ നിന്നിട്ട് ബായ് ഓർ സേ ആപ് കിസ് നമ്പർ പർ ഹേ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രാമത്തെ നമ്പറിലാണ് ഉള്ളത്? ദായ് ഓർ സേ ആപ് കിസ് നമ്പർ പർ ഹേ, റൈറ്റ് സൈഡിൽ നിന്നാണ് എണ്ണി തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ എത്രാമത്തെ നമ്പറിലാണുള്ളത് എന്നും എഴുതുക. छोटे समूहों में चारों दिशाओं के नाम लिखे हुए कार्ड्स बनाइए. ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ 4 ഡയറക്ഷൻസും എഴുതിയ കാർഡ്സ് ഉണ്ടാക്കുക. എന്നിട്ടോ ദിവാരോं पर सही जगह लगाइए, ക്ലാസ്സിൽ കറക്റ്റ് ഡയറക്ഷൻ നോക്കി 4 വാൾസിലും അത് ഒട്ടിക്കുക. चारों दिशाओं के लिए कुछ चित्र भी बनाइए, 4 ഡയറക്ഷൻസും വേണ്ടി കുറച്ച് ചിത്രങ്ങളും അതിന്റെ കൂടെ വരയ്ക്കണം. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. ക്ലാസ്സിൽ ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യുക, ടീച്ചറിന്റെ ഹെൽപ്പോടെ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരയ്ക്കും ബൈ.